ഗ്രന്ഥശാല സംഘരൂപീകരണത്തിന്റെ 80ാമത് വാർഷികാഘോഷത്തിന്റെ കാർത്തികപ്പള്ളി താലൂക്ക് തല ഉദ്ഘാടനവും പി.എൻ. പണിക്കർ അനുസ്മരണവും പുല്ലുകുളങ്ങര ജനതാ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയിൽ നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C.N.N. നമ്പി ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല സംഘരൂപീകരണത്തിന്റെ 80ാമത് വാർഷികാഘോഷത്തിന്റെ കാർത്തികപ്പള്ളി താലൂക്ക് തല ഉദ്ഘാടനവും പി.എൻ. പണിക്കർ അനുസ്മരണവും പുല്ലുകുളങ്ങര ജനതാ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയിൽ സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C.N.N. നമ്പി യോഗം ഉദ്ഘാടനം ചെയ്തു. ധാരാളം ലൈബ്രറികളുണ്ട്. ഈ രംഗത്ത് വലിയ വികസനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ കേരളത്തിലുള്ള പോലെ ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം ഇത്രയും ശക്തമായിട്ട് ലോകത്ത് മറ്റുള്ളതില്ലെന്നാണ് പറയുന്നത്. 3000 ആളുകൾക്ക് ഒരു ലൈബ്രറി ഇന്ന് കേരളത്തിലുണ്ട്. ഇന്ത്യയിൽ 30,000 ആളുകൾക്കാണ് ഇന്ത്യയിലെ മൊത്തം എണ്ണം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 30,000 പേർക്ക് ഒരു ലൈബ്രറിയുണ്ട്. കേരളത്തിൽ 3000 പേർക്ക് ഒരു ലൈബ്രറിയുണ്ട്. അപ്പൊ നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ വളർച്ച അത്രയ്ക്ക് ബൃഹത്താണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നോക്കൂ, 20ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാന കാലഘട്ടത്തിൽ കേരളത്തെ ലോക ശ്രദ്ധയിൽ ആകർഷിക്കത്തക്ക രീതിയിൽ ഒട്ടേറെ പുരോഗമനപരമായ കാര്യങ്ങൾ നടത്തിയ ഒരു കാലഘട്ടമായിരുന്നു 20ാം നൂറ്റാണ്ട്. ഇപ്പൊ നമ്മൾ 21ാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് 25 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഒരാൾക്ക് എന്താണ് അവിടെ നോക്കിയ പുസ്തകം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ബ്ലോക്ക് ചെയ്യാം. പുസ്തകം ഉണ്ടെന്ന് മാത്രമല്ല, അതിന്റെ സർക്കുലേഷനിലാണോ അവിടെ ഇരിപ്പുണ്ടോ എന്ന് കൂടി നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം ആ പുസ്തകം അവിടെ ഇരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഗുണമുണ്ട്. അതുപോലെ നമുക്ക് QR കോഡുമായിട്ടുള്ളതാണ്. പുസ്തകം തപ്പേണ്ടി വരുന്നില്ല. നമുക്ക് അതിനെ നമ്മൾ ഷെൽഫിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ലൈബ്രറിയൊക്കെ 10,500 പുസ്തകം നേരത്തെ ചെയ്തിട്ടുണ്ട് 2 വർഷം മുമ്പ്. ഇപ്പൊ അന്ന് ഷെൽഫിംഗ് ഇല്ലാത്ത ഷെൽഫിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷെൽഫിംഗ് കൂടെ നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ A01 A08 പുസ്തകം ഇരിക്കുന്നത് നമുക്കറിയാം. നമുക്ക് 2 വീട്ടിലുള്ള കാര്യം നടക്കും, എടുത്തു കൊടുക്കാൻ പറ്റും. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ അധ്യക്ഷനായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം T.S. താഹ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് K.K. അനിൽകുമാർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി N. രാമചന്ദ്രൻ നായർ, എക്സിക്യൂട്ടീവ് അംഗം K. വിജയകുമാർ, എക്സിക്യൂട്ടീവ് അംഗം R. ഷൈനി, പത്മനാഭൻ നായർ, ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ P. രാജേന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു. കഡലൂർ മേഖലാ സമിതി കൺവീനർ R. രാജ്മോഹൻ സ്വാഗതവും ദേശാഭിമാനി ഗ്രന്ഥശാല സെക്രട്ടറി രാജേഷ് S. കൃതജ്ഞതയും പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.